വളരെ ദീർഘമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം എനിക്കും സതീശനും ഉണ്ടെങ്കിലും സതീശൻ കവിതയ്ക്ക് എഴുതുന്ന ആളാണെന്ന് ഈ പുസ്തകത്തിന് അവതാരം എഴുതിയ KR ടോണിയെ പോലെ ഞാനും വളരെ വൈകി മനസ്സിലാക്കിയതാണ്. കവിതയെ പറ്റിയും എഴുത്തിനെ പറ്റിയും സാഹിത്യത്തിനെ പറ്റിയും ധാരാളം സംസാരിക്കും, സഹകവികളെ പറ്റി സംസാരിക്കും, സൂക്ഷ്മമായി സംസാരിക്കും. പക്ഷെ സതീശൻ കവിത എഴുതുക കൂടി ചെയ്യും എന്നുള്ളത് വളരെ പിൽക്കാല അറിവായിട്ടാണ് എനിക്ക് വന്നു ചേർന്നത്. അതിന് കാരണം സതീശൻ ആദ്യം എഴുതി തുടങ്ങിയത് ബ്ലോഗിലും ഓൺലൈനിലും സൈബർ സ്ഥലത്തുമാണ് എന്നുള്ളതായിരിക്കും. അപ്പൊ അതിൽ വളരെ പരിചിതമാണ്. ആ സ്ഥലവുമായി അത്ര ഗാഢമായ ബന്ധം ഇല്ലാത്ത ഒരു പുറമ്പോക്ക്, സൈബർ പുറമ്പോക്കുകാരനായ ഞാനും തമ്മിലുള്ള ഒരു അകലം കൊണ്ടായിരിക്കണം എനിക്ക് ഈ പ്രിന്റിൽ വന്നു കഴിഞ്ഞ സാധനം വായിച്ച് ശീലമുള്ള ഒരു ഓൾഡ് വേൾഡ് ആളായതുകൊണ്ട് ഒക്കെ ഞാൻ കുറച്ച് വൈകിട്ട് മാത്രമാണ് ഈ സതീശന്റെ ഈ കവിതകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. അതും വളരെ പിൽക്കാലത്തെന്ന് പറയാം. സതീശൻ ഒരു കൂട്ടം കവിതകൾ ഇങ്ങനെ ഏൽപ്പിക്കുന്നത് വല്ലതും കൊള്ളാവുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, നമുക്ക് ഭാഷയിൽ എവിടെയൊക്കെ കൊടുക്കാതിരിക്കാം എന്നുള്ളൊരു അനുവാദത്തോടുകൂടി എനിക്ക് തരികയാണ്. അപ്പൊ ആ കവിതകൾ പലതുമാണ് ഇപ്പോൾ ഈ പുസ്തകത്തിൽ സമാഹരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെ പരിചയമുള്ള കവിതകളാണ് എന്നും പറയാം. പ്രിന്റിൽ വന്നപ്പോഴേക്കും എനിക്കത് വളരെ പരിചയമുള്ള, വളരെ ഗാഢമായ പരിചയമുള്ള കവിതകളായിട്ട് മാറി. അതിൽ എന്താണ് ഈ പുസ്തകത്തിൽ പ്രത്യേകതയായിട്ട് നോക്കിയത്? 2 കവിതകൾ ഒരാൾ മുൻമുഖത്തും മറ്റൊരാൾ പിൻമുഖത്തും കാവൽ നിൽക്കുന്ന ഒരു കാവ്യപുസ്തകം വേറില്ല. ഒരു വശത്ത് KR ടോണിയുണ്ട്, മറ്റേ വശത്ത് നമ്മുടെ സെബാസ്റ്റ്യനുണ്ട്. 2 കവികളുടെ പരിരക്ഷയിലും ഒക്കെ ആയിട്ടാണ് ഈ പുസ്തകം നമ്മൾ ഇവിടെ മുമ്പിൽ എത്തുന്നത്. ആ കവിതകളിൽ അതിൽ പല കവികളെ പറ്റിയും കവിതകളെ പറ്റിയും പരാമർശിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ആരും പരാമർശിക്കാത്ത ഒരു കവിത എനിക്ക് വളരെ പിടിച്ചു, കൃത്യമായിട്ട് പിടിച്ചു. അപ്പൊ അതിങ്ങനെ ആലോചിച്ചു എന്താണ് ഇതിന്റെ കാരണം. അതിൽ സെബാസ്റ്റ്യൻ പറയും, ഇത് ഈ സതീശന്റെ പുസ്തകത്തിന്റെ പിൻകുറിപ്പായിട്ട് വന്നതിൽ പറയും, സതീശന്റെ കവിതകൾ അടുത്ത വീട്ടിലെ പറമ്പില് വളം കട്ടു നിന്ന് വളരുന്ന സസ്യമല്ല. സതീശന്റെ കവിതകൾ അടുത്ത വീട്ടിലെ പറമ്പിലെ വളം കട്ടു നിന്ന് വളരുന്ന സസ്യമല്ല. അതിന്റെ വിത്തും വളർച്ചയും സ്വതന്ത്രമാണ്. ഇങ്ങനെ വേറൊരു കൃഷിസ്ഥലത്തിന്റെയോ വേറൊരു വളത്തിന്റെയോ വേറൊരു വിത്തിന്റെയോ ഒക്കെ പാരതന്ത്ര്യമില്ലാതെ മാറി നിന്ന് ഒറ്റയ്ക്ക് മുളച്ചു വളർന്ന് വ്യത്യസ്തമായ ഒരു ചെടിയുടെ ഒരു സ്വാതന്ത്ര്യം ഈ കവിതകളിൽ ഉണ്ട് എന്ന് സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ച് എനിക്ക് വളരെ ശരിയായിട്ട്. അപ്പൊ അങ്ങനൊരു കവിത ഇതിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. എഴുത്ത് വിചാരങ്ങൾ എന്നുള്ളൊരു കവിത. ആ കവിതയിൽ വളരെ ലഘുവായിട്ടുള്ള ഒരൊറ്റ കവിത, വളരെ ചെറിയ 10 വരിയെ പറ്റുള്ളൂ. ആ കവിതയുടെ പേര് പട്ടം എന്നാണ്. ഇത് എൻ്റെ സ്വപ്നങ്ങളുടെ വർണ്ണപ്പട്ടം. ഇതെന്റെ സ്വപ്നങ്ങളുടെ വർണ്ണപ്പട്ടം. പട്ടുചിറകുകൾ ഉയർത്തി ആകാശപ്പെരുമയിലേക്ക് കുതിക്കുകയാണ് കാറ്റിന്റെ തോഴ്. ചരടിന്റെ ഇങ്ങേയറ്റത്ത് ഞാൻ ഉണ്ട് എന്ന ഭാവമേയില്ല. ഇതെന്റെ സ്വപ്നങ്ങളുടെ വർണ്ണപ്പട്ടം. പട്ടുചിറകുകൾ ഉയർത്തി ആകാശപ്പെരുമയിലേക്ക് കുതിക്കുകയാണ് കാറ്റിന്റെ തോഴ്. ചരടിന്റെ ഇങ്ങേയറ്റത്ത് ഞാനുണ്ട് എന്ന ഭാവമേയില്ല. ഈ പട്ടം, കാറ്റിന്റെ തോഴനായ ഈ പട്ടം ഒരു കവിതയുടെ ഒരു ബിംബമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇങ്ങേയറ്റത്ത് അതിൻ്റെ കർത്താവായോ എഴുത്തുകാരനായോ ഒക്കെ ഒരാളുണ്ട് എന്നുള്ള ഭാവമേ ഇല്ലാതെ, അങ്ങനെ ഒരാളുണ്ടോ എന്നറിയില്ല, അങ്ങനെ ഒരു നിമഗ്നനായ എഴുത്തുകാരൻ എവിടെ ഉണ്ടായില്ല. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സ്വാതന്ത്ര്യത്തിന്റെ സാന്നിധ്യം, സ്വാതന്ത്ര്യമാണ് കാറ്റിന്റെ തോഴൽ എന്നാണ് അതിൽ പറയുന്നത്.
അങ്ങനെ ഒരു കാറ്റിൻ്റെ തോഴനായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ബിംബമായിട്ടുള്ള ഒരു രചനയാണ് ഇതിലത്തെ എഴുത്തുകളിലെ ഭൂരിഭാഗവും എന്നാണ് എനിക്ക് ഈ പട്ടം പോലെ ഇതിൻ്റെ ഒരു മുദ്രയാവാൻ, ഈ കവിതകളുടെ മുദ്രയാവാൻ പറ്റിയ വേറൊരു കവിത ഈ കവിതയ്ക്ക് മാത്രമല്ല, മനുഷ്യന്റെ രചനകൾക്കൊക്കെ എഴുത്തിലുള്ള മനുഷ്യന്റെ രചനകൾക്കൊക്കെ കവിതയായാലും കഥയായാലും നോവലായാലും ഒക്കെ ബാധകമായിട്ടുള്ള ഒരു പൊതു സത്യം കൂടിയാണ് എന്ന് എനിക്ക് തോന്നാറ്. കാരണം ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനൊരാളുണ്ട് എന്നുള്ള ഭാവമേ ഇല്ലാതെ കാറ്റിൻ്റെ തോഴനായി കാണുന്ന ഒരു സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ കല എന്നോ കവിത എന്നോ വിളിക്കുന്നത്. അങ്ങനൊരു ഭാവം ഉണ്ട് എന്നുള്ളതാണ് ഇതിലത്തെ പല കവിതകളുടെയും ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് എഴുത്ത് വിചാരങ്ങൾ എന്നാണ് ഈ കവിതയുടെ പേര്. എഴുത്ത് വിചാരങ്ങൾ എന്ന് പേരിടാവുന്ന പല പല കവിതകളും ഇതിലുണ്ട്. ഇത് ആദ്യത്തെ കവിത തന്നെ അങ്ങനെ ഒരു എഴുത്ത് വിചാരമാണ്. ആ കവിതയുടെ പേര് നേര് എന്നാണ്. ആ നേരിന്റെ ആ വരി ഇതുപോലൊന്ന് പറയാവുന്നതാണ്. എഴുതിയ വരികൾ വളഞ്ഞതിന് മകനോട് കലഹിച്ചു, പ്രിയ വിദ്യാർത്ഥിയുടെ ചെവിക്ക് പിടിച്ചു, അബദ്ധം പിണഞ്ഞത് എനിക്കാണ്, ശ്രദ്ധയോടെ ഞാൻ വരച്ച നേർവരയും വളഞ്ഞിരിക്കുന്നു, അച്ഛനും പിഴയ്ക്കാം മുഴക്കോലും വളയാം, തുടക്കമോ ഒടുക്കമോ നടുക്കോ അതെവിടെയും വളയും, വളവ് എത്ര ശരി എന്ന പോലെ ഏതു വഴിയാണ് വളയാത്തത്, ഏതു പുഴയാണ് ചുറ്റാത്തത്, ഏതു വാക്കാണ് പിഴയ്ക്കാത്തത്, നേർവഴികൾ സിദ്ധാന്തങ്ങൾ പോലെ, വളവ് എനിക്ക് കവിത, നേര് തിരഞ്ഞ് വഴി എത്ര വളഞ്ഞു. ഇതിന്റെ മികച്ച ഒരു കവിതയുമാണ്. ഈ കവിതാ സമാഹാരത്തിലെ മിക്കവാറും എല്ലാ കവികളുടെയും സ്വരം അടയാളപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും വിളംബരം ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂത്രവാക്യ കവിതയും. ഇതിൽ ഈ അച്ചടിയും എനിക്കൊരു തമാശ തോന്നി. കാരണം ഈ പുസ്തക പ്രസാദനത്തിൽ ഇതും കാട്ടുമുറുക്ക് എന്നുള്ള കവിതയും 2 തവണ അച്ചടിച്ചിട്ടുണ്ട്, 2 തവണ ബൈൻഡിങ്. അപ്പം അത് ഒരു പ്രസാധനത്തിൽ തമാശയായിട്ട് തോന്നുമെങ്കിലും ഈ കവിതയെ പുസ്തകത്തിൽ 2 തവണ നമുക്ക് ഈ കവിതയുടെ സത്യവാങ്മൂലം കാണാനും വായിക്കാനുമുള്ള അവസരം വായനക്കാർക്കും 2 തവണ ഒപ്പുവെച്ച ഒരു കാവ്യ പുസ്തകം ഇന്നും ഈ നേരിന്റെ പുസ്തകത്തിൽ എനിക്ക് വളരെ ഇഷ്ടമായിട്ടൊരു കവിതയായിരുന്നു. ഇങ്ങനെ എഴുത്ത് എന്നുള്ളതും കവിത എന്നുള്ളതും തനിക്ക് എന്താണ് എന്ന് അന്വേഷിക്കുന്ന തരത്തിലുള്ള എഴുത്ത് വിചാരങ്ങൾ മിക്കവാറും എല്ലാ കവികളും നമ്മുടെ മലയാളത്തിൽ അമ്പി കുമാരനാശാൻ എല്ലാ സച്ചിദാനന്ദ നായരെ എഴുതി പോരുന്ന രീതി. കാരണം എഴുത്ത് എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗമായതുകൊണ്ട് എഴുത്തിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ, എഴുത്തിനെ പറ്റിയുള്ള കവിതകൾ എന്നുള്ളത് ഈ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരു ആവർത്തിക്കുന്ന ഒരു ക്രമമാണ്. ഈ എഴുതപ്പെടുന്ന വിഷയം എഴുത്തുകാരിൽ നിന്ന് സ്വതന്ത്രനായി കാറ്റിൻ്റെ തോഴനായി പോകുന്ന വേറൊരു കവിത കൂടി ഇതിലുണ്ട്. സ്വകാര്യം എന്നാണ് കവിതകൾ. ഈ എഴുത്തു വിചാരങ്ങളിലെ ചെറിയ കൊച്ചു കൊച്ചു കവിതകളാണ്. പരിഹാസവും അവഗണനയും ആക്ഷേപവും ഭയന്ന് ഞാൻ അവളെ എൻ്റെ നാവിൻ തുമ്പിൽ ഒളിപ്പിച്ചു, മഷിത്തുള്ളിയിൽ ഉണങ്ങാതെ സൂക്ഷിച്ചു, താരുണ്യം നാൾക്കുനാൾ വാരുകയാണ്, ഇഷ്ടക്കാർ മാടി വിളിക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും അവൾക്ക് അവകാശപ്പെട്ടത് തന്നെ, ഒളിക്കാനാവാത്ത വിധം അവൾ എന്നേക്കാൾ വളരുന്നല്ലോ. ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആവിഷ്കരിക്കാനല്ല, ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഒളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അയാളെ മറികടന്നുകൊണ്ട് വലിയ വലിയ സാന്നിധ്യങ്ങളായിട്ട് മാറുന്നതിൻ്റെ എഴുത്തുകാരനും എഴുത്തും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ വേറൊരു ദൃശ്യമാണ്. ഇങ്ങനെ എഴുതുന്ന ഭാഷയിൽ ഉണ്ടാവുന്ന വേറെ ചില ദൃശ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്
ഇതിൽ ദ്വിത്വസന്ധി എല്ലാ മലയാളം പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം. ദ്വിത്വസന്ധി എന്താണ്? രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ അത് ഒരു അക്ഷരം ഇരട്ടിക്കുന്നതാണ് അത് ദ്വിത്വസന്ധി. അതൊരു ചെറിയ കവിതയാണ്. വാക്കുകൾ ഏറ്റുമുട്ടും എന്നും വലിയ സ്ഫോടനം ഉണ്ടാവുമെന്നും ഭയപ്പെട്ടു. എന്നാൽ അവ ഒന്നിനെ തഴുകി ആശ്ലേഷിച്ചുകൊണ്ടേ. ഭയങ്കര അതൊരു പദങ്ങളുടെ ഒരു ബന്ധം എന്നുള്ള ഒരു സന്ധിപ്പ്, ഒറ്റ ചേർച്ച, ഒരു വളരെ കൗതുകകരമായിട്ടുള്ള, വളരെ ഗാഢമായിട്ടുള്ള, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചേർന്നിരിപ്പ് ഇതിൽ കാണുന്നു. ഈ രീതിയിൽ എഴുത്തിന് മാധ്യമമായ ഭാഷ, എഴുത്തുകാരന്റെ മനം, എഴുതി ഉണ്ടാക്കുന്ന സൃഷ്ടി, അതിൻ്റെ സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള എഴുത്തുകാരന്റെ മനോമണ്ഡലത്തിൽ ആവർത്തിച്ച് വരുന്ന ഒരുപാട് ആദികളെയും ഒബ്സഷനുകളെയും വിചാരങ്ങളെയും ഈ കാവ്യപുസ്തകത്തിലെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ രൂപത്തിൽ മാറി മാറി നമുക്ക് വീക്ഷിക്കാം എന്നിരിക്കും. അത് കഴിഞ്ഞ് അതൊരു ഈ കവിതകളിൽ കാണുന്ന പൊതുവായ പാറ്റേണിൽ ഒന്നാണ്. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ ഈ കവിതയിൽ സ്പർശിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ കെ.ആർ. ടോണി ഈ പുസ്തകത്തിന്റെ മുഖവരിയിൽ വിശകലന സ്വഭാവത്തോടുകൂടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അയാളോട് തോന്നുന്ന ബന്ധം, ഒരാൾക്ക് അയാളും അയാളുടെ പാർട്ട്ണറുമായിട്ട് ജീവിത പങ്കാളിയുമായിട്ട് തോന്നുന്ന ബന്ധം, ഇങ്ങനെ പരസ്പര ബന്ധങ്ങളുടെയും അവനവനോടുള്ള ബന്ധത്തിൻ്റെയും ഒരുപാട് അടരുകളെ ഈ കവിതയുടെ പല ഭാഗങ്ങളും ആവർത്തിച്ച് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ രസകരമായിട്ടൊരു കവിത ഇതിൽ മീൻകറി, എനിക്കും ഇവിടെ അതിൽ അവതാരികയിൽ പറയുന്ന ആൾക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കവിതയാണ് മീൻകറി. ഒരു ദാമ്പത്യത്തിലെ ബന്ധം. മീൻകറി: ഞാനൊന്ന് പറഞ്ഞാൽ അവൾ രണ്ട് പറയും. എങ്കിലും രാവിലെ തന്നെ ചത്തുമെലച്ച 2 അയിലകൾ വാങ്ങി അടുക്കളയിലെ ചട്ടിയിൽ കൊണ്ടുവച്ചു. അവൾ രൂക്ഷമായൊന്ന് നോക്കി. ഒന്ന് പറഞ്ഞാൽ അവൾ 2 പറയും തീർച്ച. കലഹത്തിൻ്റെയും രസക്കേടിൻ്റെയും മൂർച്ചകളുടെയുമായ അന്തരീക്ഷം. മീൻ കഴുകി മുറിക്കുമ്പോൾ അവൾ എന്നെ നോക്കി പറഞ്ഞു, ഇതുപോലെ നിങ്ങളെ കഷ്ണമായി അറുക്കണം. ഒന്നും പറയാതെ തന്നെ അവൾ 2 പറഞ്ഞു. കറിക്കരയ്ക്കുമ്പോൾ നിങ്ങൾ അമ്മിയിൽ വെച്ച് ഇതുപോലെ കുത്തിച്ചതയ്ക്കണം എന്ന് തന്നെയാകും അവൾ പെറുപിറുത്തത്. മീനിൽ കുരുമുളക് പുരട്ടുമ്പോൾ അവൾ പിന്നെയും പറഞ്ഞു, ഇത് നിങ്ങളുടെ 2 കണ്ണിലും തേക്കിയാകട്ടെ. ഇപ്പോഴെങ്ങാൻ ഞാനൊന്നും മിണ്ടിയാൽ 2 അല്ല സകലതും വിളിച്ചു പറയും. ഉച്ചയൂണിന് പൊരിച്ച മീനും കറിയും വിളമ്പി തന്ന് അരികിൽ ചേർന്നു നിന്ന് അവൾ ചെവിയിൽ ചോദിച്ചു, മീൻകറി ഇഷ്ടായോ? ഇനി ഞാനൊന്ന് പറഞ്ഞാൽ അവൾക്ക് 1000 പറയാനുണ്ടാവും. എത്ര കാലമായി അവൾ എന്നെ അരിശം കൊണ്ട് വെട്ടിനുറുക്കി രുചികരമായ മീൻകറി വയ്ക്കുന്നു. എത്ര കാലമായി അവൾ എന്നെ അരിശം കൊണ്ട് വെട്ടിനുറുക്കി രുചികരമായ മീൻകറി വയ്ക്കുന്നു. ഇതിൽ മനുഷ്യ ബന്ധങ്ങളുടെ വളരെ ഗാഢമായ, പരസ്പരം വെറുത്തുകൊണ്ട് സ്നേഹിക്കുകയും സ്നേഹിച്ചുകൊണ്ട് വെറുക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളിലുമുള്ള ഒരു ശത്രുണ്ട്. നമ്മൾ ഏത് ബന്ധത്തിനും, ഒരു സൗഹൃദ ബന്ധത്തിലും എല്ലാതരം ബന്ധങ്ങളിലുണ്ട്. നമ്മളുടെ സ്നേഹിതനുള്ളതുപോലെ തന്നെ ആ ആൾക്ക് ഒരു എതിരാളി, ഒരു ശത്രുവുണ്ട്. അങ്ങനെ ആ ശത്രുവും ആ എതിരാളിയും നമ്മുടെ ഉറ്റ സ്നേഹിതനിൽ ഏറ്റവും അടുപ്പമുള്ള ആളിൽ തന്നെ ഒരേ സമയം വസിച്ചുകൊണ്ടിരിക്കുന്നു. അയാളും നമ്മൾ തമ്മിൽ പല ഇടപാടുകൾ നടക്കുന്നു. അങ്ങനെ ഒരു അപരനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലെ ആളുകളെ സ്നേഹിച്ചുകൊണ്ടും വെറുത്തുകൊണ്ടും ഒരു ഗാഢമായിട്ടുള്ള ഊഷ്മളതയുടെ ഒരു ബന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ വളരെ കൗതുകകരമായി നമ്മളെ സ്പർശിക്കുന്ന ഒരു ചിത്രം ഇതിലുണ്ട്. ഈ രീതിയിൽ ഈ ദാമ്പത്യത്തിന്റെ മറ്റൊരു ബന്ധം കാണിക്കുന്ന ഒരു കവിതകളിലെ കല്യാണ സായി എന്ന് പറയും. അതും ഈ 2 അവതാരികയിലും ഇതിലും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കവിത. അതിലും ഈ തരത്തിലൊരു വേദനയുടെ അംശമുണ്ട്. ഇതാണ് എൻ്റെ കല്യാണ സാരി.
കാഞ്ചീപുരം പട്ട്. അന്നത്തെ വില കേട്ടാൽ ഇന്നും തല ചുറ്റും. അതിയാനങ്ങ് പോയി തിരഞ്ഞെടുത്തതാ, അതിയാനങ്ങ് പോയി തിരഞ്ഞെടുത്തതാ സ്വന്തം ഇഷ്ടവും ഇഷ്ട നിറവും. അന്നൊരിക്കൽ മാത്രം കൊടുത്തു, പലവട്ടം കൊതിച്ചിട്ടും നിധി പോലെ സൂക്ഷിച്ചു. നൂലിപ്പോഴെന്തായി? നൂല് പിന്നി, മടക്കുകൾ കീറി, നിറവും കെട്ടു, അതിയാനും പോയി. ഇതാണ് എൻ്റെ കല്യാണസാരി. ഈ തരത്തിൽ ഒരു അമിതമായിട്ടുള്ള വൈകാരികതയില്ലാതെ സൂക്ഷ്മമായിട്ട് ചില ബന്ധങ്ങളിലെ ചില അടലുകളെ, ചില കാണാസ്ഥലങ്ങളെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന കവിതകൾ, ഇത് മറ്റു മനുഷ്യരും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ഇനി സ്വന്തം നിലയ്ക്ക് ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം പറയുന്ന കവിതകളുണ്ട്. എൻ്റെ കൽപ്പവൃക്ഷം കാട്ടുമുറിക്ക്, അതിലൊരു കവിത മാത്രം ഇതിൽ പറയാം. വീട് പണിയും മുമ്പ്, അത് ഇതുപോലെ ഈ സ്വാർത്ഥത്തിൻ്റെ ഒരു വീട് ഒരാൾ ജീവിതം കൊണ്ട് ഉണ്ടാക്കുന്നത്. വീട് പണിയും മുമ്പേ മതിൽ കെട്ടി പടി വെച്ചു. മോഷണം വരുന്ന കാലമല്ലേ? വീട് പണിയിൽ ഏറ്റവും ശ്രദ്ധിച്ചത് ചുവരിൻ്റെയും വാതിലിൻ്റെയും ഉറപ്പാണ്. ജീവനും ആപത്ത് വിളയരുതല്ലോ. താമസം തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സുരക്ഷിതത്വം. ഇനി ആരും സ്നേഹം പറഞ്ഞ്, സൗഹൃദം പറഞ്ഞ്, അനുവാദമില്ലാതെ, സ്ഥലകാലമില്ലാതെ കയറി വരുന്നില്ല. അപ്പൊ വീടെന്ന് പറഞ്ഞ ലോകത്തെ പുറത്താക്കി, ലോകത്തിനെ അപ്പുറത്താക്കി പുറത്താക്കി അവനവനുള്ളിലിരിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാറുന്ന ഒരു ചിത്രം. അവൻ ലോകവും ഈ അവനവനും തമ്മിലുള്ള ബന്ധം ഈ നേരത്തെ പറഞ്ഞ പോലെ തീർത്തും അപരമായിട്ട്, അന്യമായിട്ട്, ഒരു ശത്രു രാജ്യത്തിൻ്റെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. ഈ രീതിയിൽ പലതരത്തിലുള്ള മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവങ്ങളെയും ആഴങ്ങളെയും അടരുകളെയും മാറി മാറി സ്പർശിക്കുകയും കണ്ടും എഴുതിയും പോകുന്ന ചെറിയ ചെറിയ കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിൽ പൊതുവായിട്ടുള്ളതിനെ നമുക്ക് പറയാൻ അത് വളരെ വൈകാരികമായിട്ടുള്ള വലിയ സ്ഫോടനങ്ങളോ പെരുക്കങ്ങളോ അല്ല ഇതിൻ്റെ സ്വഭാവം. നേരെ മറിച്ച് നമ്മളിതിൽ പറഞ്ഞ പോലെ ആ പട്ടം എന്നുള്ള കവിതയിൽ കണ്ടതുപോലെ ആ കാറ്റിൻ്റെ തോഴൽ എന്നുള്ള ഒറ്റ വരി കൊണ്ട് മാത്രം ആ കവിതയിലെ ഒരുപാട് സ്ഥലങ്ങളെ അത് വിളക്കിയെടുക്കുന്നു. ഇങ്ങനെ ചെറിയ വാക്കുകൾ കൊണ്ടും കവിതയിൽ സ്ഥാനത്ത് വെച്ച ചെറിയ ചില മുദ്രത്താക്കൂലുകൾ കൊണ്ട് കവിതയുടെ അകത്തേക്ക് കടക്കാനുള്ള സാധ്യതകളെ കാണിച്ചു തന്നുകൊണ്ട് കവി പിന്മാറുന്ന മറ്റുള്ള രചനകളാണ്. അതിൽ ഒതുക്കമുണ്ട്, മുറുക്കമുണ്ട്, ചെറുതാണ് അതിൻ്റെ ആകാരം, അതിൻ്റെ സൂക്ഷ്മമാണ് അതിൻ്റെ ഒരു സ്പർശനേന്ദ്രിയങ്ങൾ. അങ്ങനെ വേറൊരു തരത്തിലുള്ള കാവ്യ സംസ്കാരത്തിൻ്റെ ചെറുതിനെ, അത് ചെറുതെന്നുള്ള കാവ്യരൂപത്തിൻ്റെ ചെറുപ്പം, അതുപോലെ നാം കാണുന്ന ആശയങ്ങളുടെ സൂക്ഷ്മത, വികാരങ്ങളുടെ സൂക്ഷ്മത, ഇങ്ങനെയുള്ള വേറൊരു തരത്തിലുള്ള കാവ്യലോകം ഈ കവിതകളിൽ നമ്മളിൽ കൂടുതൽ, അതിലൊക്കെ കൊച്ചു സത്യങ്ങൾ ഇങ്ങനെ തുള്ളികളായിട്ട് ഓരോ കവിതകളുടെയും ഇങ്ങനെ ഒപ്പം സഞ്ചരിക്കുന്നു. അതിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഇൻറ്റിമസിയാണ് ഈ കവിതകളിലും നമ്മളും തമ്മിലുള്ള ബന്ധത്തിനെ നിർവചിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. വളരെ സന്തോഷപൂർവ്വം ഈ പുസ്തകം ഞാൻ പലതവണ വായിച്ച കവിതകളാണെങ്കിലും വീണ്ടും വായിക്കുകയുണ്ടായി. നമ്മുടെ ഏത് കലാസൃഷ്ടിയും ആദ്യത്തെ മൗലികമായ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വായിച്ചു, രസിച്ചു, ഒരു ഗ്യാപ്പ് ഇട്ടു, നമ്മൾ രണ്ടാമത് വീണ്ടും വായിക്കും. എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഒരു രസം, പുതിയ സന്തോഷം, പുതിയൊരു ആനന്ദം അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു വാലിഡായ, അർത്ഥവത്തായ ഒരു കൃതിയാണ് നമുക്ക് ഓർമ്മിക്കുക. അങ്ങനെ നമ്മൾ പല ഗ്യാപ്പുകൾ വിട്ട്, പല വിടവുകൾ വിട്ട് വീണ്ടും അതിലേക്ക് വായനയിലൂടെ തിരിച്ചെത്തുമ്പോൾ നമുക്കൊരു വേറൊരു ചെറിയ ലോകത്തിൻ്റെ വേറൊരു അതിരുകളെയും കൂടി കാണാൻ പറ്റുന്ന ഒരു സാധ്യത അതിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ആ കവിതകൾക്ക് ചിരസ്ഥായിത്വമുണ്ട്, വിലയുണ്ട്, വാല്യൂ ഉണ്ട്. അങ്ങനെ ഒരു സ്വഭാവം ഈ കവിതകൾക്കുണ്ട്. വീണ്ടും അത് വായിക്കാം. ഈ പട്ടവും, അത് കല്യാണസാരി, മീൻകറി, അത് പൂരം,
പറ്റിയുള്ള പൂരപ്പറമ്പുകളുടെ കവിത, അങ്ങനെ എനിക്ക് ആവർത്തിച്ച് പറയാൻ താല്പര്യമുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ അധികം സമയമെടുക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ചുരുക്കി പറയുന്നതുമായി കാവ്യലോകം മുഴുവൻ തന്നെ ഒരു പുതിയ സൂക്ഷ്മമായിട്ടുള്ള കാവ്യാനുഭവത്തിന്റെ പുതിയ ഒരു ഭൂപടം മലയാളത്തിലെ കാവ്യലോകത്ത് വരച്ചിടുന്നു എന്ന് പറയുവാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിൽ ടോണി പറയുന്ന പോലെ ഇനിയും കൂടുതൽ കൂടുതൽ മികച്ച കവിതകൾ സതീശൻ എഴുതും എന്നുള്ള ആഗ്രഹത്തെയും ആശംസയും ഒന്നുകൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കവിതകൾക്കായിട്ട് ഞാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. സതീശന്റെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. സതീശന്റെ ബന്ധുക്കളും മിത്രങ്ങളും കവി സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഈ സുഹൃത്ത് സംഗമ വേദിയിൽ വെച്ചുകൊണ്ട് സതീശന്റെ ഈ ആദ്യ പുസ്തകം എത്രയോ മുമ്പ് വരേണ്ടതായിരുന്നെങ്കിലും വളരെ വൈകി വന്ന ഈ ആദ്യ പുസ്തകത്തിനെ സസന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ, നിങ്ങളെല്ലാവരുടെയും പേരിൽ വായനക്കാരുടെ ശ്രദ്ധയ്ക്കും വായനയ്ക്കുമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങിയ കലാകാരൻ വീണ്ടും ഞാനും സതീശന്റെ പേരിൽ